ഹായ് എല്ലാവർക്കും മഴ തോരും മുൻപേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രിജിത്തമ്മ ബോധം വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അമ്മയുടെ മോളായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ പിന്നെ എന്ന് പറയുന്നുണ്ട്. അമ്മച്ചിക്ക് ഇങ്ങനത്തെ എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. അപ്പോൾ പറയുന്നുണ്ട് 35 മക്കളുണ്ട്, 56 പേരുണ്ടായിരുന്നു, കുറേ പേരൊക്കെ പോയി, പ്രായം ചെന്നിട്ടും അസുഖം വന്നിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആഹാ, അപ്പോൾ പ്രായം ചെന്നവർ അമ്മച്ചിയുടെ മക്കളാണോ? അതെ, എനിക്ക് എല്ലാവരും മക്കളാണ് എന്ന് പറഞ്ഞിട്ടാ. ആ കുട്ടി സങ്കടം സഹിക്കാൻ വയ്യാണ്ടെന്ന് തോന്നുന്നു, അത് പാവം അവിടെ ലാബിൻ്റെ അവിടെ നിന്ന് കരയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എന്ത് പറ്റി, ഡോക്ടറെ എന്തെങ്കിലും പറഞ്ഞു കാണും എന്ന് പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരുത്താൻ എണീക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട് സുഖമായോ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റി. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് നേരിട്ട് എങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവിടുന്ന് എല്ലാവരും അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് എന്തും താങ്ങുമെന്നുള്ളത്. ഇതിലേറെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് വന്നതല്ലേ, ദുരന്തങ്ങളൊക്കെ കണ്ടു വന്നതല്ലേ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ രോഗവിവരം പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് ഒറ്റ പോകാൻ വഴിയുള്ളൂ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം, അതിനുള്ള ഡോണറെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, പിന്നെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട് എത്ര രൂപയാവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 ലക്ഷം ഉണ്ടെങ്കിൽ അതിലൊതുങ്ങും എന്ന് പറയുന്നുണ്ട് കേട്ടോ, നിസ്സാരമായിട്ട്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഒരു 4-5 ലക്ഷങ്ങളൊക്കെ വേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്കുള്ള ചികിത്സയ്ക്കും അതിനൊക്കെ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അനാഥാലയത്തിൽ എല്ലാവരും അമ്മച്ചീനെ കാത്തിരിക്കുകയാണേ. അപ്പോൾ രേവതിക്കുട്ടി പഠിക്കില്ല എന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് അതേ മമ്മിയെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഡിസ്ചാർജ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർ. ചെയ്തു എന്ന് അരയൻ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നിട്ട് അമ്മച്ചി വന്നിറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി ചോദിക്കുന്നുണ്ട് എന്തിനിപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിശ്വാസം വന്നില്ലെങ്കിൽ ഇത് ഇവളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അരീനെ പിടിച്ച് ഇങ്ങനെ നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയും ഇവള് അപ്പം തൊട്ട് ഇപ്പോൾ വരെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണ് ഈ സങ്കടം വന്നിട്ട് വയ്യ. അപ്പോൾ അലീന അതൊക്കെ ഒതുക്കിയിട്ട് പറയുന്നുണ്ട് ഇല്ല അമ്മച്ചിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചികിത്സിച്ചാൽ ഭേദാവുന്നതേ ഉള്ളൂ, ആരും വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മച്ചീനെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരൻ പോവാണ്. അപ്പോൾ പറയുന്നത് ഈ പൈസ മേടിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അപ്പോൾ ആ മമ്മീന്ന് പറഞ്ഞിട്ട് മമ്മീനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അലീന മോള്. അപ്പോൾ ബ്രീത്താൻ പറയുന്നുണ്ട് എന്നെ ആരും പിടിക്കുന്നു വേണ്ട, എനിക്ക് തന്നെ നടക്കാറിയാം എന്നും പറഞ്ഞിട്ട് തന്നെ പോവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ വരെ തന്നെ നടന്നാൽ എനിക്കെന്താ ഇന്ന് നടക്കാൻ പറ്റിയെന്ന് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ മമ്മി അവിടെ ഇരുന്നിട്ട് ബില്ലുകളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ അത് എന്ന് ചോദിക്കുന്നുണ്ട്. ബില്ല് കാണിക്കാൻ മമ്മി പറഞ്ഞിരുന്നില്ലേ, അതാന്ന് പറയുന്നത്. അപ്പോൾ സ്കാനും എക്സ്റേ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ബില്ല് പറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തലയ്ക്ക് കൈ വെച്ചിട്ട് പറയുന്നുണ്ട് അലീനെ വിളിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ മോളേത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഗം വന്നാൽ പിന്നെ ചികിത്സിക്കണ്ടേ മമ്മി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പാവങ്ങൾക്ക് അരി മേടിക്കാനുള്ള കാശാണ് ഹോസ്പിറ്റലുകാർ കൊണ്ടു തന്നത്, ഒരാഴ്ചത്തേക്ക് അരി മേടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ചികിത്സിച്ചിട്ട് ഇപ്പോൾ എന്താ കിട്ടിയത്, ഇവിടെ കുറേ കാശ് പോയി കിട്ടി, മാത്രമല്ല ഞാൻ അധികം വൈകാതെ ചത്തുപോകുന്നും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അലീനയ്ക്ക് അറിയുന്നുണ്ട്. അപ്പോൾ മമ്മി എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ മോളെ, സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന മോള് പറയുന്നുണ്ട് മമ്മി അത് നിസ്സാരമായിട്ട് കാണരുത്, അസുഖം അതിന് ചികിത്സിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതിന് 30 ലക്ഷം രൂപയാവില്ലേ, പോരാത്തിന് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് ഒരാളെ കിട്ടും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ 10,000 രൂപ തികച്ചെടുക്കാനുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയായാലും അതിനുള്ള പൈസ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ചിലവ് നടന്നു പോണത്. അപ്പോൾ അലീന മോള് പറയുന്നുണ്ട് എന്തിനാ മമ്മി, ഞാനില്ലേ എൻ്റെയും മമ്മിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്ര പൈസ നമ്മൾ എവിടുന്ന് എടുക്കുമ്പോളെ, മമ്മി 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ലേ, എന്നാലും മമ്മിക്ക് മരിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് എൻ്റെ മക്കളിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ബ്രിജിത്താമ്മ. ഇത് കഴിഞ്ഞ് നമ്മുടെ അലീന മോള് അവിടെ ഓരോരുത്തരിനെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിഴി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു വയസ്സായ ഒരു മനുഷ്യന്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അയ്യോ അതൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ മാറും, കിഴി വെച്ചെല്ലാം മാറും, ചൂട് കൂടുതലാണെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ട് കിഴി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കിഴി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ബ്രിജിത്താമ്മയാണെങ്കിൽ വേറൊരു ആൾക്ക് ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി സാരില്ല കേട്ടോ, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നോ, വേദന കുറഞ്ഞ് പതിയെ ഉറങ്ങിക്കോളും. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഉറക്കം വരാനാ പാട് എന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ മതി കേട്ടോ.
അത് കഴിഞ്ഞിട്ട് അല്ല മോളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോളെ ഇത് കഴിയുമ്പോൾ വർക്കിച്ചായന് നെബുലൈസർ വെച്ച് കൊടുക്കണേ, ശ്വാസം മുട്ടലുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ രേവതി കുട്ടിയാണെങ്കിൽ ചിന്നുമോൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണ തിരക്കിലാണ് കേട്ടോ. ചിന്നുമോൾ ഓടി നടക്കുകയാണ്. ചിന്നുമോളാണെങ്കിൽ കഴിക്കാൻ കൂട്ടാക്കണമില്ല. രേവതി ചോദിക്കും, ചിന്നുമോൾ നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ല കുട്ടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ലേശം ചോറ് കൂടെ എന്ന് പറയുമ്പോൾ കൂട്ടാക്കണില്ല. രേവതിട്ട് പറയുന്നത്, ഓ എൻ്റെ പൊന്നോ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനായിട്ടോ. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, തോറ്റോ? ചിന്നുകുട്ടിയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചിന്നുകുട്ടി ചോദിച്ചു, ചിന്നുകുട്ടി ആരാ മോള്? ആരാ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരല്ലേ, സൂപ്പറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടി. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് മയക്കിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് രേവതി. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറച്ച് നായക്കുട്ടി അന്ത്യവാസികളുണ്ട് കേട്ടോ അവിടെ. അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അലീന മോള് ഒരു പൊതി ചോറും കൊണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് അങ്ങോട്ട് വിശക്കാറായിട്ടില്ലല്ലോ, രാവിലെ ഫുഡ് തന്നതല്ലേ? എന്നിട്ട് പറയരുതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. കടിപിടി കൂടാതെ മര്യാദയ്ക്ക് ഞാൻ തിന്നിട്ട് പോയിക്കൊള്ളണം, കേട്ടല്ലോ എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നിട്ട് അതിലൊരു നായക്കുട്ടിയോട് അരിയനെ ചോദിക്കണ്ട, അങ്ങോട്ട് നോക്ക്, ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ 2 സൈഡ് നോക്കിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാമെന്ന്. ഇന്നലെ കാറ് വന്ന് ഇടിച്ച് ആവാതെ നിന്റെ ഭാഗ്യം. നിൻ്റെയൊക്കെ കണ്ണ് എവിടെയാ എന്ന് ചോദിച്ച് ചീത്ത പറയണ്ടിട്ട് അവരെന്നെ. കഴിക്കുന്ന വേണ്ടി ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നായക്കുട്ടിയോട് പറയണ്ട, നിനക്ക് ഇത്തിരി വിളച്ചിൽ കൂടുന്നുണ്ട്, നീ മാത്രം വെട്ടി വിഴുങ്ങിയാൽ മതിയോ, നിൻ്റെ കൂട്ടുകാർക്കും കിട്ടണ്ടേ? അവർ കഴിക്കണത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അലീന. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ നേരത്ത് ഒരു നായ്ക്കുട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ നായ്ക്കുട്ടിയോട് പറഞ്ഞിട്ട്, ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പാവങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിന് ഓരോ പിടി മാറ്റി വെച്ച് തരണതാ, അല്ലാണ്ട് വലിയ കല്യാണ പാർട്ടി നടത്തിയിട്ടേ മിച്ചം വന്നൊന്നല്ല. ഇനി വൈകുന്നേരം വന്ന് നോക്ക്, ഞങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്കുമില്ല, ഇനി പൊയ്ക്കോ, കേടാ, വെറുതെ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണ്ട, പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. രാത്രി നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് രവതി മോള് ഗുളിക എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നത്, ഇതെൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എഴുതാൻ പറയുന്നുണ്ട്, നോ. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് എന്ത് കിട്ടിയാലും അതിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളൊന്നും കൊണ്ടുവന്നവരല്ല, വെറും കൈയോടെ വന്നവരാ. നമുക്ക് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്നതാ, നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. തിരിച്ചു പോകുമ്പോഴും നമ്മൾ വെറും കൈയോടെ പോകുന്നേ. ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി മോള്. എന്നിട്ട് ഇങ്ങനെ മോളുണ്ട്. എന്നിട്ട് ചോദിക്കേണ്ട, അലീനെ വിളിച്ചില്ലേന്ന് ചോദിക്കേണ്ട. അപ്പോൾ രേവതിയോട് പറയേണ്ട, ആലിനെ വിളിച്ചിരുന്നു, ഇപ്പോൾ വരും, കിച്ചൺ ക്ലീൻ ചെയ്യാം. രേവതിൻ്റെ കൈ പിടിച്ചിട്ട് ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, അവൾക്ക് എപ്പോഴും നീ തുണയെ നിൽക്കണം കേട്ടോ, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയണ്ട. അപ്പോഴേക്ക് രേവതി കുട്ടിക്ക് സങ്കടം വന്നു തുടങ്ങി കേട്ടോ. എന്നിട്ട് അങ്ങനെ പറയല്ലേ എന്ന് അർത്ഥത്തിൽ കുട്ടി തലയാട്ടുണ്ട്. അപ്പോഴേക്ക് അലീന മോള് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രിജിത്താമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ജോലിയൊക്കെ തീർന്നോ? മമ്മി പറഞ്ഞോ എന്ന് പറയേണ്ട അലീന മോള്. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ബ്രിജിത്താമ്മ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഓർഫനേജ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അലീന മോൾ അടുത്തിരുന്നിട്ട് ചോദിക്കേണ്ട, അതെന്താ മമ്മി അങ്ങനെ പറയുന്നേ? പറയുന്നത് ഗൗരവത്തിലെടുക്കണം. സ്നേഹനികേതനത്തിൽ ഇപ്പോൾ 36 അനാഥരുണ്ട്, ഞാനും നിങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. ഇതിൽ 35 പേരെ ഇവിടുന്ന് മാറ്റണം. ഇത് കേട്ടപ്പോൾ അലീനയും രവതിയും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സൂപ്പർ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബായ്. നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം.